നമസ്കാരം. നമ്മുടെ എല്ലാം വീടുകളിൽ മുറിവിനും ചതവിനും ആശ്വാസമായി പണ്ടുമുതലേ ഉപയോഗിച്ചു വരുന്ന ഒരു ആയുർവേദ മരുന്നാണ് മുറിവെണ്ണ. കേരളത്തിന്റെ തനത് ആയുർവേദ പാരമ്പര്യത്തിന്റെ ഒരു അമൂല്യ സംഭാവനയാണിത്. എന്താണ് മുറിവെണ്ണ, എന്തിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. മുറിവെണ്ണ എന്നത് വിവിധതരം ഔഷധ സസ്യങ്ങൾ, വെളിച്ചെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ പോലുള്ള എണ്ണകളിൽ കാച്ചിയെടുക്കുന്ന ഒരുതരം ഔഷധ തൈലമാണ്. ഇത് പ്രധാനമായും മുറിവുകൾ, ചതവുകൾ, നീര്, വേദന, ഒടിവുകൾ, ഉളുക്കുകൾ തുടങ്ങിയ അവസ്ഥകൾക്ക് ആശ്വാസം നൽകാൻ സഹായിക്കുന്നു. മുറിവെണ്ണയുടെ ഫലപ്രാപ്തി അതിലടങ്ങിയിരിക്കുന്ന ശക്തമായ ഔഷധ സസ്യങ്ങളിലാണ്. ചില പ്രധാന ചേരുവകൾ നോക്കാം. കറ്റാർവാഴ മുറിവുകൾ ഉണക്കാനും വീക്കം കുറയ്ക്കാനും ചർമ്മത്തിന് കുളിർമ നൽകാനും ഇത് സഹായിക്കും. കയ്യൊന്നി വേദനയും വീക്കവും കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഉഴിഞ്ഞ സന്ധിവേദനയ്ക്കും വീക്കത്തിനും ഇത് നല്ലതാണ്. കൂടാതെ മുറിവുകൾ ഉണക്കാനും സഹായിക്കുന്നു. ചേമ്പ് നീര് കുറയ്ക്കാനും വേദന ശമിപ്പിക്കാനും സഹായിക്കും. മുരിങ്ങയിലേക്ക് അണുനാശിനി ഗുണങ്ങളും വേദനയും വീക്കം കുറയ്ക്കാനുള്ള കഴിവുമുണ്ട്. പുളിയാറില മുറിവുകൾ ഉണക്കാനും രക്തം കട്ടപിടിക്കാനും സഹായിക്കും. വയൽച്ചുള്ളി വീക്കം കുറയ്ക്കാനും വേദന ശമിപ്പിക്കാനും ഫലപ്രദമാണ്. വെളുത്തുള്ളി അണുബാധ തടയാനും വേദന കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു സ്വാഭാവിക അണുനാശിനിയാണ്. ചിലപ്പോൾ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ പുളിപ്പിച്ച കഞ്ഞിവെള്ളവും ചേർക്കാറുണ്ട്. ഇത് ഔഷധ ഗുണങ്ങൾ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ സഹായിക്കും. ഈ ചേരുവകളെല്ലാം കാച്ചിയെടുക്കുന്നത് വെളിച്ചെണ്ണയിലോ ചിലപ്പോൾ എള്ളെണ്ണയിലോ ആണ്. ഈ എണ്ണകൾ ഔഷധ ഗുണങ്ങളെ വഹിക്കാൻ സഹായിക്കുന്നു. മുറിവെണ്ണയ്ക്ക് നിരവധി ഉപയോഗങ്ങളുണ്ട്. ചെറിയ മുറിവുകൾ, പോറലുകൾ, പൊള്ളലുകൾ എന്നിവ വേഗത്തിൽ ഉണക്കാൻ സഹായിക്കുന്നു. ഇത് അണുബാധ തടയാനും വ്രണം ഭേദമാക്കാനും സഹായിക്കും. ആഘാതങ്ങൾ മൂലമുണ്ടാകുന്ന ചതവുകൾ, നീര്, വേദന എന്നിവയ്ക്ക് ഇത് വളരെ ഫലപ്രദമാണ്. വീക്കം കുറയ്ക്കാനും രക്തയോട്ടം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. ഉളുക്കിയ ഭാഗങ്ങളിൽ എണ്ണയിട്ട് കെട്ടുന്നത് ആശ്വാസം നൽകും. ഒടിവുകൾക്ക് ശേഷം അസ്ഥി ചേരുമ്പോൾ ഉണ്ടാകുന്ന വേദനയും വീക്കവും കുറയ്ക്കാൻ ഇത് ഉപയോഗിക്കാം. വാദം, സന്ധിവാദം, പേശിവേദന എന്നിവയ്ക്ക് ആശ്വാസം നൽകാൻ മുറിവെണ്ണ ഉപയോഗിക്കാം. ഇത് പേശികളെ അയവുള്ളതാക്കുകയും വേദന കുറയ്ക്കുകയും ചെയ്യുന്നു. ചെറിയ അളവിൽ മുറിവെണ്ണ എടുത്ത് വേദനയോ നീരോ ഉള്ള ഭാഗത്ത് മൃദുവായി തടവുക. തുടർന്ന് ആ ഭാഗം ചൂടുവെള്ളത്തിൽ മുക്കിയ തുണി കൊണ്ട് കുറച്ചുനേരം മൂടുന്നത് എണ്ണയുടെ ഗുണങ്ങൾ ആഴ്ന്നിറങ്ങാൻ സഹായിക്കും. മുറിവാണെങ്കിൽ വൃത്തിയാക്കിയ ശേഷം എണ്ണ പുരട്ടി വൃത്തിയുള്ള തുണി കൊണ്ട് കെട്ടിവെക്കാം. ആഴമുള്ള മുറിവിനോ പൊട്ടലുകൾക്കോ ഗുരുതരമായ അവസ്ഥകൾക്കോ സ്വയം ചികിത്സ ചെയ്യാതെ വൈദ്യസഹായം തേടുക. തുറന്ന വലിയ മുറിവുകളിൽ എണ്ണ നേരിട്ടൊഴിക്കുന്നത് ഒഴിവാക്കുക. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.